CPM കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ 24-നൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഫലം അത് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടത് കോട്ട എന്നറിയപ്പെടുന്ന പല സ്ഥലങ്ങളിലും UDF വലിയ മുന്നേറ്റമുണ്ടാക്കി. എന്താണ് പരാജയ കാരണം? അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഉണ്ടായോ, നടത്തിക്കഴിഞ്ഞോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിലും കൊല്ലം ജില്ലയിലും അപ്രതീക്ഷിതമായ ഒരു പിന്നോട്ടടിയാണ് ഉണ്ടായത്. ഈ നിലയിൽ ഒരു പിന്നോട്ടടി എന്തുകൊണ്ടുണ്ടായി എന്നതിനെ സംബന്ധിച്ച് ആഴത്തിൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് പരിശോധിച്ച് അതിവേഗം നഷ്ടപ്പെട്ടു പോയ ജനസ്വാധീനം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ ശക്തിയായ നിലയിൽ നടത്തും. കേരളത്തിൽ LDF ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടർമാരിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് കഴിയുന്നത് വരെ ബോധ്യമായിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അസാധാരണ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പരാജയത്തിൻ്റെ അടിത്തറ പരിശോധിച്ചിട്ട് അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തും. CPIMൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പൊതുസമൂഹത്തിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പാർട്ടിക്കും LDFനും എതിരായിട്ട് ഒരഭിപ്രായ പ്രകടനവും വികാരവും നമ്മുടെ ജില്ലയിൽ ഉയർന്നു വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി സുദേവൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയാണ് പരാജയ കാരണങ്ങൾ, എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾ, ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം 24-നൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.